പള്ളിച്ചട്ടമ്പി. സത്യസന്ധമായിട്ട് പറയാം, ഞാൻ വൻ പ്രതീക്ഷകളോടെയൊന്നും കാണാൻ പോയ ഒരു സിനിമയല്ല പള്ളിച്ചട്ടമ്പി. ആൻഡ് സിമ്പിളായിട്ട് സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ ആയിട്ട് തന്നെയാണ് എനിക്ക് പള്ളിച്ചട്ടമ്പി ഫീൽ ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ സിനിമ കഴിയുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ മിസ്സിങ് പോലെ, അഥവാ മൊത്തത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഐ തിങ്ക് ദ മൂവി കുഡ് ഹാവ് ബിൻ മച്ച് ബെറ്റർ, ബട്ട് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടും അത്രയ്ക്കും മോശമല്ല. ഇനി സിനിമയെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പെർഫോമൻസസ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ് കിട്ടിയോളം നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കയാറ്റു ലോഹർ ആക്ച്വലി വെറുതെ വന്നു പോകുന്ന ഒരു റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ക്യാരക്ടറല്ല, അതിന് പകരം ജെനുവിൻ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പടത്തിൽ. എസ്പെഷ്യലി നമ്മുടെ മെയിൻ ക്യാരക്ടറിന് ഒരു ക്യാരക്ടർ ആർക്കിന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അത് കയാറ്റു നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആകെ ഉള്ളൊരു പ്രശ്നം അവരുടെ ലിപ് സിങ്കിങ് ആൻഡ് ഡബ്ബിംഗ് ആണ്. അത് അത്രയ്ക്ക് മികച്ചതായിരുന്നില്ല, അത് കുറച്ച് കല്ലേടായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ പടത്തിൻ്റെ ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്, അടിപൊളിയായിരുന്നു അണ്ണൻ. പക്ഷെ ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അണ്ണന് ഒട്ടും സ്ക്രീൻ സ്പേസ് ഇല്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് സത്യാവസ്ഥ. ബട്ട് സ്റ്റിൽ ആ ബിൽഡപ്പ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. ബട്ട് സ്റ്റിൽ അണ്ണൻ നന്നായിട്ട് തന്നെ ചെയ്തു. അതുപോലെ നമ്മുടെ ഒരു ആട്ടൻ്റെ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. ഏതാണ് ആളെന്നൊന്നും ഞാൻ പറയാം, ചിലവർക്കൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്ത ആൾക്കാർ കണ്ടറിഞ്ഞോ. ബട്ട് എനിക്ക് അറിഞ്ഞ കാര്യം തന്നെയായിരുന്നു ഈ ഒരു ക്യാമിനെ പറ്റിയിട്ടൊക്കെ. പക്ഷേ ഞാൻ ഒരിക്കലും ഇതുപോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും ആൾ ചെയ്യുക എന്നുള്ള കാര്യം പ്രതീക്ഷയില്ല. അത് ആൾ നന്നായിട്ട് തന്നെ ചെയ്തു. എസ്പെഷ്യലി 2 ലുക്കിലൊക്കെയാണ് വരുന്നത്. അതിൽ ഒരു ലുക്ക് കുറച്ച് ഓവറായി തോന്നിയെങ്കിൽ പോലും രണ്ടും മൊത്തത്തിൽ കുഴപ്പമില്ല, നൈസായിരുന്നു സാധനം. അതുപോലെ വിജയരാഘവൻ പടത്തിൽ നന്നായിട്ട് തന്നെ ചെയ്തു. ബാബുരാജ് പടത്തിൽ കുറേ സ്ഥലങ്ങൾ നന്നായി സ്കോർ ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു ബാബുരാജ്. അതുപോലെ തന്നെ മൊത്തത്തിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അവിടെ ഇവിടേക്കായിട്ടൊക്കെ ചില ജൂനിയർ ആർട്ടിസ്റ്റും ചില നടന്മാരുടെ കുറച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ചില ഡയലോഗ് ഡെലിവറി ഒക്കെ ആയിക്കോട്ടെ, കുറച്ച് ആർട്ടിഫിഷ്യലും നാടകീയതയും അതുപോലെ ചെറുതായിട്ട് ഓവറായിട്ടൊക്കെ തോന്നിയെങ്കിൽ പോലും മൊത്തത്തിൽ പെർഫോമൻസസ് എല്ലാവരും നന്നായിരുന്നു. ടെക്നിക്കലി പടം മികച്ച് നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ടൈം പീരീഡ് വിഷ്വലി ആണെങ്കിലും ഓഡിയോ വൈസിനും ആണെങ്കിലും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിഗംഭീരമുണ്ട്. ഇതിലാകെ ക്ലൈമാക്സ് ഫൈറ്റ് സീനിൽ അവർ ചെറിയൊരു ക്യാമറ വർക്ക് പരിപാടി ചെയ്യുന്നുണ്ട്. അത് സാധനം കുറച്ച് വെറൈറ്റി ആണെങ്കിൽ പോലും അത് കുറച്ച് ഓവർ യൂസ് ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അഥവാ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വലിച്ചു നീട്ടി അത് ഉപയോഗിച്ചു. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം. സാധനം വെറൈറ്റിയാണ്, ബട്ട് സ്റ്റിൽ കുറച്ച് യൂസേജ് കുറയ്ക്കാമായിരുന്നു. പിന്നെ ഈ പടം മൊത്തത്തിൽ സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഒരു ജേക്സ് ബിജോയ് കത്തിക്കലാണ്. അണ്ണൻ്റെ കിഡിലോസ്കി പാട്ടുകളും അതിഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുള്ള ഒരു ജേക്സ് ബിജോയ് കത്തിക്കൽ. സീരിയസ് ആയി പറയണം, ഹി വാസ് ജെനുവൻലി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്സ് ഓഫ് ദിസ് മൂവി. അതിൽ പടം മൊത്തത്തിൽ ആക്ച്വലി അവിടെ ഇവിടെ കേട്ടൊക്കെ നല്ല കുറേ മൊമെന്റ്സ് ഉണ്ട്. അതായത് ചില മൊമെന്റ്സ് ഒക്കെ കാണുമ്പോൾ മോനെ അത് അടിപൊളിയായിരുന്നു. അതുപോലെ ചില മൊമെന്റ്സ് ഒക്കെ ജെനുവൻലി കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. അങ്ങനെ കുറേ നല്ല മൊമെന്റ്സ് ഉള്ള ഒരു പടം തന്നെ. അങ്ങനെ മൊത്തത്തിൽ പടം ബോറൊന്നും എനിക്ക് അടിച്ചില്ല. തുടക്കം മുതൽ അവസാനം വരെ തന്നെ ഞാനിങ്ങനെ ഒരു ഓളത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു പടമായിരുന്നു. അവിടെ ഇവിടെ കേട്ടൊക്കെ നല്ല മൊമെന്റ്സും കൂടെ ആയപ്പോൾ മൊത്തത്തിൽ അഗൈൻ കുഴപ്പമില്ല, നല്ലൊരു പടം തന്നെയാണ്. പക്ഷേ ഈ പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലത്തെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ആ ഒരു ഇമോഷണൽ ഗട്ട് പഞ്ചാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷനാണ്. അഥവാ വില്ലന്മാരുടെ അഗൻസ്റ്റ് ഫൈറ്റ് ചെയ്യുക എന്നുള്ളൊരു ത്വരയുണ്ടല്ലോ, ആ ഒരു ഫീലിംഗ്. അഥവാ ശരി തന്നെ ചില സീനെ കണ്ട മോനെ അത് അടിപൊളിയായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് മനസ്സിൽ വന്നെങ്കിൽ പോലും ആ ഒരു ലൈക്ക് മോനെ അവൻ്റെ അടിച്ച് പൊളിച്ച് മലർത്തി അടിക്കടാ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരുന്നു. അതാണ് ഈ പടത്തിനെ ഒരു ഗംഭീര വേറെ ലെവൽ പടം എന്നുള്ളതിൽ നിന്നും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം നല്ലൊരു പടം എന്ന് ഉള്ള ലെവലിലേക്ക് താഴ്ത്തിയത് എന്ന് ഞാൻ പറയാൻ തയ്യാറാണ്. അങ്ങനെ മൊത്തത്തിൽ അഗൈൻ കുഴപ്പമില്ല, ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ സോ മച്ച് ബെറ്റർ. ആൻഡ് അതിന് മെയിൻ കാരണം ആ ഒരു ഇമോഷണൽ കണക്ഷൻ്റെ ആ ഒരു മിസ്സിങ് തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ അഗൈൻ മോശം പടമൊന്നുമല്ല ഒരിക്കലും, അറ്റ്ലീസ്റ്റ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ കുഴപ്പമില്ലാത്ത പടമൊക്കെ തന്നെയാണ്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.